വെറൈറ്റി കോഡ് സെറ്റുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞത് കേട്ടോ, ഫ്രണ്ട് പോർഷനിൽ ഇതാ ഈ ഒരു രീതിയിലും ബാക്ക് വന്നിട്ട് ഇതാ കുറച്ച് ഇറങ്ങിയിട്ട് ഒരു വെറൈറ്റി മോഡലിലെ കോഡ് സെറ്റാണ്. എല്ലാ കോഡ് സെറ്റും നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എത്രയോ പേര് കോഡ് സെറ്റുകൾ എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഈയുടെ കൂടെ കമൻറ്റിനകത്ത് വായിച്ചപ്പോൾ ഒരുപാട് പേര് കോഡ് സെറ്റ് കൊണ്ടുപോകാം കോഡ് സെറ്റ് കൊണ്ടുപോകാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്ത് വെറൈറ്റിയിൽ ഈ കോഡ് സെറ്റ് കൊണ്ടുവരാൻ പറ്റും, ഏത് മോഡൽ കട്ട് ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കട്ടിങ് നമുക്ക് തോന്നിയത്. കണ്ടോ, ഒരു വെറൈറ്റി രീതിയിലാണ്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ, കൊറിയൻ മെയ്ഡാണ്. ഒത്തിരി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര എന്താ പറയുക, ഭയങ്കര സുഖം ഇടാനായിട്ട്. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റ് മിസ്സാക്കരുത്. ഒരെണ്ണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കണം. ഫസ്റ്റ് കളർ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആണ്. മെറ്റീരിയലിൻ്റെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ മോനെ. മെറ്റീരിയൽ കണ്ടോ, അതാ ഈ ഒരു രീതിയിലായിരിക്കും മെറ്റീരിയലിൻ്റെ മോഡൽ പോകുന്നത്. ലൈനിങ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. പലാസോ ആണ് ബോട്ടം വരുന്നത്. എനിക്ക് തോന്നുന്നു ലാർജ് തൊട്ടിട്ട് 4 വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ലാർജ് കിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. എക്സൽ എടുത്താൽ ശകലം ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഇനി ലൂസ് ഫിറ്റിൽ ഇട്ടാലും ഇതിന് ഭംഗി തന്നെയാണ് കാണാനായിട്ട്. നെക്സ്റ്റ് കളർ കാണാം. അടുത്ത കളർ വരുമ്പോൾ നമ്മുടെ ഓണിയൻ പിങ്ക് ആണ് കേട്ടോ. നിങ്ങൾ നോക്കിയ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗനായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഇത്. ഒരു ദൂരയാത്ര വന്നാലും ഞാൻ എല്ലാ കളറും എടുത്തിട്ടോ. അത്ര രസമാണ്. കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ചിലർ വിചാരിക്കും ഞാൻ ഇത്തിരി ഏജ്ഡ് ആണല്ലോ, ഇത്തിരി അങ്ങോട്ട് ഏജ് ഉണ്ട്, ഇതൊക്കെ ഇട്ടാൽ എനിക്ക് ബോറാവും. അങ്ങനൊന്നും ഒരു ചിന്തയെ വേണ്ട. നിങ്ങൾക്ക് ബോറാവാതിരിക്കാനാണ്. ഫ്രണ്ട് അല്പം കുറച്ച് ഇറങ്ങിയിട്ടും ബാക്കും അതുപോലെ നല്ല രീതിയിൽ ഇറക്കവും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറാവില്ല, ഫുൾ ഗ്യാരണ്ടിയാണ്. കാരണം പലാസോ ബോട്ടോ ആണല്ലോ. അപ്പോൾ ചിലരൊക്കെ മടിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ മടിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങളൊന്ന് മാറണ്ടേ. നമ്മുടെ സ്റ്റൈലും ഒക്കെ മാറുമ്പോഴും നമ്മൾ ചെറുതായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്തൊന്ന് ചെറിയ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചുകൂടെ ഭംഗി തോന്നും. അപ്പോൾ നമുക്കുള്ളിലൊരു കോൺഫിഡൻസ് തോന്നും, ഇതിടാം. നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ പോലും ഒരു കോൺഫിഡൻസ് തോന്നും. നമ്മൾ ഡ്രസ്സിന് നമ്മളെ മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മേക്കപ്പിലും, അതായത് കുറച്ചൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത്, ഒരുപാട് ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ചെറിയ രീതിയിലൊരു മാറ്റമൊക്കെ കൊണ്ടുവരിക. ചിലരൊക്കെ ഓക്കെയാണ്, ചിലർ ഇപ്പോഴും അങ്ങനെ മടിച്ചിരിക്കുന്ന ഒരേ ലേഡീസ് ഉണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ ചെറുതായിട്ട് നിങ്ങളൊന്ന് മാറിയൊക്കെ നോക്കി, സൂപ്പർ ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. ലാസ്റ്റ് കളർ വരുമ്പോൾ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. സ്റ്റൈലായിട്ടുള്ള ബ്ലൂ ആണ്. ഈ ഒരു ബ്ലൂ ഒക്കെ മിസ് ചെയ്യേണ്ട കാര്യമുണ്ട്. എല്ലാം ഒന്നിനൊന്നും വെച്ചോ, എടുക്കുന്നവർക്ക് 3 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച ഇനി ഒരു വൈറ്റ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അത് എനിക്ക് ഒന്നിച്ചൊരു കസ്റ്റമർ വന്നപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഫുള്ളും ആ വൈറ്റ് അങ്ങോട്ട് ബില്ലടിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടുപോണ്ടി വന്നിട്ട് അവരെടുത്തുകൊണ്ട് പോയി. നല്ലൊരു ക്രീമിഷ് വൈറ്റ് ആണ്. അത് വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ. പ്രൈസ് പറയാൻ വിട്ടുപോയി അല്ലേ, 1080 ഉള്ളൂ. 1080 സൂപ്പർ ഐറ്റം. മിസ്സാക്കൽ. ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് വാല്യബിൾ ആണ്. നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് കാരണമാണ് ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസ് എനിക്ക് കൊണ്ടുവരാനും പറ്റുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ ബൈ.